ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഗാർഡൻ ടൂറാണ്. അതായത് ഒരുപാട് ചെടികൾ തിങ്ങി നിറഞ്ഞ ഒരു ഗാർഡനാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിങ്ങി നിറഞ്ഞാണ് എല്ലാ ചെടികളും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ഗാർഡനാണ് ഇത്. അതായത് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാർ എല്ലാവരും ലിൻസീസ് ലിങ്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായി ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അന്നേരം ഈ ഒരു ഗാർഡൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്ന ചെടി പാൻറ്റാനസ് ആണ്. പാൻറ്റാനസിനെ പറ്റി ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പാൻറ്റാനസിനെ പറ്റി അറിയാവുന്നതാണ്. ഇതിന് മോർണിംഗ് സൺലൈറ്റ് ആണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു പ്ലാന്റിന്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഡ്രൗട്ട് ഈ ചെടിക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചെടി നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സണ്ണ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നിടത്തുനിന്നും പാൻറ്റാനസ് മാറ്റി വെക്കുക. ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പർപ്പിൾ ഇറാന്തമം ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരാണ് ഈ പ്ലാന്റിനുള്ളത് എങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ഇതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് ഒരുപാട് അടുപ്പിച്ച് വെച്ചേക്കുന്ന കാരണം ആ ഒരു സൈഡ് ഏരിയ മുഴുവൻ ഒരു പർപ്പിൾ മയമാണ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ബ്ലൂ ട്രംപറ്റ് വൈൻ എന്ന് പറയുന്ന പ്ലാന്റാണ്. അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ തമ്പോഗ്ര ഗ്രാൻഡിഫ്ലോറ എന്ന് ഒരു പേരുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ഗാർഡനിൽ ഒരു നമ്മുടെ സിപ്രസ് പ്ലാന്റ്സ് കുറേ വെച്ചിട്ടുണ്ട്. അത് കാണാൻ കണ്ടോ നല്ല പോലെ നിർത്തിയേക്കാണ്. അതും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. സിപ്രസ് പ്ലാന്റ് നമ്മുടെ വീടിന് മുമ്പിലും സൈഡിലും ഒക്കെ വെക്കുകയാണെങ്കിലും നല്ലൊരു ലുക്കായിരിക്കും അതിന്. കറക്റ്റ് സമയത്ത് നനയ്ക്കുകയും അതുപോലെ തന്നെ വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ സിപ്രസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണാം. ഇതും നല്ല രസമാണ്. ഇതിൻ്റെയും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പേര്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെയും ഇലകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പർപ്പിൾ കളറാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ചിലതിനൊക്കെ ഗ്രീനിഷും പർപ്പിളും കൂടെ കലർന്ന നിറവുമുണ്ട്. ഇതും ഈ പ്ലാന്റിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാന്റ്. ബ്ലൂ ട്രംപറ്റ് വൈൻ തന്നെയാണ്. ഇതിന് ഇതുപോലുള്ള നല്ല കളറിലുള്ള പൂക്കൾ. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, ഈ കളറും ഉണ്ട്. ഇതും കുറേ ഇവിടെ അടുപ്പിച്ച് നട്ടു വച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ പ്ലാന്റ്സും വളർന്നു നിൽക്കുന്നത് കാണാൻ. പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് പൂക്കളില്ല. പക്ഷേങ്കിൽ ഉള്ളത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വൈറ്റ് പൂക്കളും രണ്ടും അടുപ്പിച്ചടുപ്പിച്ചാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ആയിട്ട് ഈ ഒരു ബീച്ച് സ്പൈഡർ ലില്ലി അല്ലെങ്കിൽ ആഫ്രിക്കൻ ലില്ലി പോലത്തെ ഒരു പ്ലാന്റാണ് ഇവിടെ നിൽക്കുന്നത്. കാണാൻ ഒത്തിരി രസമുണ്ട്. അതും കുറേ അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിലൊരു പൂ വരും, പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് പൂവൊന്നുമില്ല. അതിനുശേഷം വീണ്ടും കുറേ പാൻറ്റാനസ് ഇതേപോലെ നട്ടു വച്ചിട്ടുണ്ട്. പാൻറ്റാനസ് എപ്പോഴും നമുക്ക് ഗാർഡൻ്റെ സൈഡിലും അല്ലെങ്കിൽ ഒക്കെ വെക്കാൻ വളരെ നല്ലതാണ്. ഫ്രണ്ടിലും അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ വെക്കാനും വളരെ നല്ലതാണ് ഈ ഒരു പാൻറ്റാനസ് പ്ലാന്റ്സ്, റിബൺ പ്ലാന്റ്സ് ഒക്കെ. വീണ്ടും കുറേ ലില്ലീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലെ ചെറിയ പൂവുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പെരിഗിന എന്ന് പറയുന്ന പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അതിൻ്റെ ആ റെഡ് ഫ്ലവറൊക്കെ കാണാൻ ഒത്തിരി നല്ലതാണ്. പെരിഗ്രീന എന്ന് പറയുന്ന പ്ലാന്റായത്. ഇതിൻ്റെ പൂക്കൾ റെഡിഷ് കളറിലാണ്. ഇതിൻ്റെ വൈറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർ നട്ടേക്കുന്ന റെഡാണ്. ഇത് നല്ല മരം പോലെ പോവുകയും പൂക്കൾ നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും.
ഇതൊരു ലീഫി പ്ലാന്റ് ആണ്, നല്ല ഡബിൾ കളർ ലീവ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇതും കുറേ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ചെടികൾ നമ്മൾ വെട്ടി നല്ല സ്റ്റൈലിനൊക്കെ നിർത്താൻ പറ്റിയ ചെടിയാണ് ഈ ഒരു ലീഫി പ്ലാന്റ്. അതിനകത്ത് തുളസിക്ക് ഉണ്ടാകുന്നത് പോലെ ഒരു കുരു പോലെ ഇങ്ങനെ ഇതിനും ഉണ്ടാകാറുണ്ട്, വിത്ത് പോലെ. അടുത്തത് ഇതിൻ്റെ ഒരു പർപ്പിൾ കളർ ഫ്ലവറുള്ള പ്ലമാങ്കോ എന്ന് പറയുന്ന പ്ലാന്റാണിത്. പ്ലമാങ്കോ എന്ന് പറയുന്നത് മലയാളത്തിൽ നീലക്കൊടി അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, കറക്റ്റ് എനിക്കറിയത്തില്ല. ഇതിൻ്റെ നല്ല കൊലകൊലയായിട്ടാണ് പൂക്കൾ കിളിച്ച് നിൽക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച സെയിം തന്നെയാണ്. ഇതാണ് ഈ പ്ലാന്റ്. ഇത് നമ്മുടെ കേപ്പ് ഹണി എന്ന് പറയുന്നൊരു സക്കിൾ പ്ലാന്റാണിത്. ഇതിനും ഇതേപോലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വന്നിട്ട് നല്ല പൂക്കൾ. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണിത്. അപ്പോൾ ഇതിൽ ധാരാളം പൂക്കളില്ല, അതാണ് ഇതിൻ്റെ സീസണിൽ നല്ല പോലെ ഉണ്ട്. അടുത്ത ഇത് ഹമീലിയ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഹമീലിയ പാറ്റേൺസ് എന്നൊക്കെ പറയും. ഇതും ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ പൂക്കൾ ഇതുപോലെ വരും, നിറച്ച് മൊട്ടായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഇതും കാണാൻ ഒത്തിരി നല്ലതാണ്. ഇത് നമുക്ക് ചെടിച്ചട്ടിയിലാക്കിയും ഗാർഡൻ സൈഡിൽ വെക്കാനും ഒക്കെ നല്ല ഒരു പ്ലാന്റാണ്. ഇതിന് നല്ല വെള്ളം ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ്. അതുപോലെ നല്ല സൺലൈറ്റും വേണ്ടിയ ചെടിയാണിത്. നമ്മുടെ ക്രോട്ടൺസ് പോലൊക്കെ നടാൻ പറ്റിയ ചെടിയാണിത്. പിന്നെ ഫൈക്കസ് പ്ലാന്റ്സ് നിൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ചെടികൾ ഈ ഒരു ഗാർഡനിലുണ്ട്. അന്നേരം ഗാർഡനിങ്ങും ചെടികളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ലൊരു, കാണാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി നല്ലതാണ് ഇങ്ങനെ ചെടികളൊക്കെ നട്ടുവെക്കുന്നത്. Thank you friends. Thank you for watching Lindsay's Link. Bye bye. See you in next video.